ഡയബറ്റീസ്. പെയിൻ കില്ലർ ഇല്ലാതെ പെയിൻ കുറയുമോ? അല്ലെന്നുണ്ടെങ്കിൽ മരുന്നില്ലാതെ അസുഖം മാറുമോ? മാറും. ആക്ച്വലി മാറും. എന്താണെന്ന് പറയട്ടെ, ഡോക്ടർ നമുക്കൊരു ഷുഗർ പില്ല് തന്നിട്ട് പറയുകയാണ് ഇത് പെയിൻ കില്ലറാണ് കഴിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് എൻ്റെ വേദന മാറിയതായിട്ട് തോന്നും. വാട്ട് ഇറ്റ് ഈസ്, ഇതിനെയാണ് നമ്മൾ പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയുന്നത്. പ്ലാസിബോ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് ബ്രെയിനാണ് ശരിക്കും. നമ്മുടെ ബ്രെയിൻ ഒരു ഇൻറ്റൻസിഫയിങ് ഒരു തീരുമാനം എടുക്കുകയാണ്. ഐ എം ഗോയിങ് ടു, അതായത് എൻ്റെ ആ ഒരു അഫക്റ്റ് മാറിയിരിക്കുന്നു എന്ന് ബ്രെയിൻ സ്വയമേ ഒരു ഡിസിഷൻ എടുക്കുകയാണ്. ബ്രെയിനോട് പറയുകയാണ്. എന്നെ സംബന്ധിച്ചോളം കുട്ടിക്കാലത്ത് ഒരു 13 വയസ്സ് വരെ, 13 വയസ്സിൽ ഷിഹാബുദ്ദീൻ എന്ന് പറയുന്ന, അടൂക്കാർക്കറിയാം, ഷിഹാബുദ്ദീൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട്. അപ്പോൾ പുള്ളിയെ കാണും. പുള്ളിയെ കാണാൻ ഭയങ്കര നല്ല സ്കിൻ ടോണൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ കാണും, പുള്ളി എൻ്റെ ദേഹത്തൊക്കെ ഒന്ന് തൊടും, എൻ്റെ കവളയിലൊക്കെ ഒന്ന് തൊടും. എനിക്ക് പൊതുവെ ചെസ്റ്റ് ഇൻഫെക്ഷനും ത്രോട്ട് ഇൻഫെക്ഷനുമാണ് പനി വരുമ്പോൾ ഉണ്ടാകുന്നത്. ഇത് നോക്കും. പുള്ളിയെ കണ്ട് സാധാരണ അച്ഛനൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വൈകിയ സമയത്തായിരിക്കും പോകുന്നത്. അപ്പോൾ പോവും. അപ്പോൾ ഒരു തട്ട് ദോശയൊക്കെ വാങ്ങിച്ച് തരും അച്ഛൻ, ഒരു കാപ്പിയൊക്കെ. അങ്ങനെ അച്ഛനും അമ്മയും ഞാനും കൂടെ അതൊരു ട്രിപ്പ് മൈൻഡ് സെറ്റിൽ, എനിക്ക് പനി വന്നാൽ അതൊരു ട്രിപ്പ് മൈൻഡ് സെറ്റിൽ എടുത്തിട്ട് നമ്മൾ പോയിട്ട് വരുമ്പോൾ ഈ ഡോക്ടർ ഷിഹാബുദ്ദീൻ എന്ന് പറയുന്ന ഡോക്ടർ എന്നെ തൊട്ട് കഴിയുമ്പോൾ പുള്ളി ടെലസ്കോപ്പൊക്കെ വെച്ച് നോക്കി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. ഈ അച്ഛനും അമ്മയും മെഡിസിൻ വൈകിട്ട് അരുൺ മെഡിക്കൽസ് എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, അവിടെ തന്നെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനിത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും പിറ്റേന്ന് രാവിലത്തേക്ക് എൻ്റെ പനി. അപ്പോൾ അമ്മ പറയുന്ന ഒരു കോമൺ ഫാക്റ്റ് ഉണ്ട്, ആര്യയ്ക്ക് ഷിഹാബുദ്ദീൻ ഡോക്ടറെ കാണണോ, അതിനാണ് ആര്യ ഇടയ്ക്ക് പനി വരുന്നത്, ചുമയ്ക്കുന്നതെന്ന്. അപ്പോൾ എന്ന് പറയുന്ന പോലെ അത് എൻ്റെ അത് 13 വയസ്സിൽ എന്നെ വീണ്ടും കൊണ്ട് കാണിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് 13 വയസ്സ് വരെയാണ് പീഡിയാട്രീഷ്യനെ കാണിക്കേണ്ടത്, ഇനിയും നിൻ്റെ അഡൽട്ട് ഡോക്ടറെ കാണിക്കാമെന്ന്. മനസ്സിലായി. ഞാൻ ഒന്ന് മെച്ചുറായി കഴിഞ്ഞിട്ടും എനിക്ക് ആ ഡോക്ടറോട് പനി വന്നാൽ ആ ഡോക്ടറോട് ഭയങ്കര ഇൻറ്റിമസി ആയിപ്പോയി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയുന്നത്. പ്ലാസിബോ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഡോക്ടറോടുള്ള അറ്റാച്ച്മെൻ്റ് അല്ല, നമ്മളുടെ ബ്രെയിൻ്റെ ഒരു തോന്നലാണ്. എനിക്ക് പെയിൻ കില്ലർ കഴിച്ചു, എനിക്ക് ഭയങ്കര തലവേദന, പീരീഡ്സ് ആകുന്ന 2-3 ദിവസം മുന്നേ എനിക്ക് ഭയങ്കര വേദന, പെയിൻ കില്ലർ കിട്ടിയില്ലെങ്കിൽ ഞാനിങ്ങനെ തപ്പിത്തടഞ്ഞ് നടക്കും. അപ്പോൾ ഒരു സുഹൃത്തിനോട് ഞാൻ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ആണെന്നൊക്കെ പറയും. പക്ഷേ ഞാൻ 1-2 വട്ടം അവളുടെ വീട്ടിൽ, അവളുടെ ഫ്ലാറ്റിൽ പോയി നിന്നപ്പോൾ ഞാൻ ഈ ദിവസങ്ങൾ അറിയുന്ന പോലുമില്ല. അപ്പോൾ എനിക്ക് സ്വയം മനസ്സിലായി ഈ പെയിൻ കില്ലർ എൻ്റെ കയ്യിലില്ലെങ്കിലും എനിക്കൊന്നുമില്ല. എനിക്കത് ആ സമയത്ത് ഷെയർ ചെയ്യുമ്പോൾ എന്നെ ജഡ്ജ് ചെയ്യാതെ ഞാൻ പറയുന്ന എല്ലാം കേൾക്കാൻ ഒരാളെയാണ് എനിക്ക് വേണ്ടത്. മനസ്സിലായി. എനിക്ക് മൂഡ് സ്വിങ്സ് ഒന്നും ഞാൻ അറിഞ്ഞതേ ഇല്ല കഴിഞ്ഞ 2 മാസങ്ങളിൽ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അസുഖങ്ങൾ എന്ന് പറയുന്നത് മെഡിസിന് വേണ്ടിയിട്ടല്ലാതെ നമ്മുടെ ബ്രെയിന് കംഫർട്ടബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ 2 മാസങ്ങളിൽ അവളുടെ കൂടെ ആയിരുന്നു. അപ്പോൾ അവളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ അറിയുന്നില്ല, മനസ്സിലായോ, ആ ഒരു പെയിനോ അല്ലെങ്കിൽ ഒരു മൂഡ് സ്വിങ്സ് ഉണ്ടാവുമോ ഒന്നും എനിക്ക് ചെയ്യുന്നില്ല. കുട്ടിയുണ്ട്, അപ്പോൾ കുട്ടിയുടെ കാര്യങ്ങളും ശ്രദ്ധിച്ച് അതിനിടയിൽ അതൊന്നും ശ്രദ്ധിക്കാനേ സമയം കിട്ടുന്നില്ല. ഫുഡ് ഉണ്ടാക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിപ്പോയി. അപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനിക്ക് ഇന്ന ദിവസങ്ങളിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാകും അല്ലെങ്കിൽ പെയിൻ ഉണ്ടാകും എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന എൻ്റെ കുറച്ച് പ്രീ ഡിഫൈൻഡ് തോട്ട്സാണ്. ഇതിനെയാണ് നമ്മൾ പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയുന്നത്. പെയിൻ കില്ലറിന് പകരം ഷുഗർ പില്ല് കഴിച്ചാലും ചില സമയത്ത് നമുക്ക് കുറയും, മനസ്സിലായി. പക്ഷേ ആ ഡോക്ടർ അല്ലെങ്കിൽ ആ ഫാർമസ്യൂട്ടിക്കൽസ് നമ്മളോട് എക്സാക്ട്ലി പറയണം യെസ് യു ആർ ഗോയിങ് ടു ബി, മനസ്സിലായോ. ഡോക്ടർക്കൊക്കെ പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരാൾക്ക് ക്യാൻസർ വന്നു, മരുന്ന് കഴിച്ചതായിട്ട് പറഞ്ഞാൽ മതിയോ? ക്യാൻസർ ഒരു ദിവസം കൊണ്ട് വരുന്ന രോഗമല്ല, റിപ്പീറ്റഡ്ലി ഉള്ള നമ്മുടെ സെൽസിൻ്റെ ഡിവിഷനാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഏതൊരു സെല്ലും ഒരു പരിധിയിൽ കൂടുതൽ ഉള്ള ഡിവിഷൻ പ്രക്രിയയിലൂടെ അത് ക്രമാതീതമായി വർദ്ധിക്കുന്നതിനെയാണ് നമ്മൾ ലുക്കീമിയ അല്ലെങ്കിൽ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ മരുന്നെടുത്താലേ മാറുള്ളൂ. പക്ഷേ അതിന് മുൻപായിട്ട് ഒരുപാട് ഘട്ടങ്ങളുണ്ട്, നമ്മൾ തിരിച്ചറിയാറില്ല. പലപ്പോഴും നമ്മൾ പ്രോപ്പർ മെഡിക്കൽ കെയറിൽ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ മെഡിക്കൽ കെയറിലൂടെ തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്ന വ്യക്തികളല്ലല്ലോ. അപ്പോൾ എനിവേ അതൊക്കെ അങ്ങനെ തന്നെ. ഇവ 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആർ ദെയർ. അതായത് ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഈസ് നമ്മൾ ഒറിജിനൽ മെഡിസിനും, സെക്കൻഡ് ഗ്രൂപ്പിന് ആക്റ്റീവ് അല്ലാത്ത മെഡിസിൻസും കൊടുക്കുന്നു ഫോർ ദ സിംറ്റംസ് ലൈക്ക് നോസിയ, ബ്ലോട്ടിങ്. എനിക്കാണെങ്കിൽ ഭയങ്കരമായ കറക്റ്റായിട്ട് ഞാൻ വെള്ളവും എന്താ പറയുന്നത്, ഞാനൊരു 2 or 3 ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഡെയിലി
എന്താ കഴിക്കുന്ന ആളാണ്, ഇത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും എന്നും, എക്സാക്റ്റ് എനിക്ക് രാവിലെ ചൂടുവെള്ളം വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നാച്ചുറോപ്പതിയിൽ പോയി അവിടെ 10 ദിവസം നിൽക്കണം. അങ്ങനെ 9 ദിവസം ആയപ്പോൾ ആദ്യത്തെ 2 ദിവസം ഞാൻ പറഞ്ഞു എനിക്ക് ചായ കിട്ടിയില്ല, പറ്റില്ല, വിത്തൗട്ട് ഷുഗർ ഞാൻ കുടിക്കാം, പക്ഷേ എനിക്ക് ചായ കിട്ടിയേ പറ്റില്ല, എനിക്ക് തലവേദന എടുക്കും. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഡോൺ പറയും, നിനക്ക് എന്തെങ്കിലും ചായ കിട്ടാതെ സംഭവിച്ചാൽ ഞാൻ നോക്കിയോളാം, മൈസെൽഫ് എ ഫിസിഷ്യൻ. ഞാൻ പറഞ്ഞാൽ അങ്ങനെയല്ല, ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണ്. അപ്പോൾ ഇറ്റ്സ് എ മൈൻഡ് തോട്ട്, ബ്രെയിൻ്റെ തോട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ക്യാൻസർ മാറ്റുമോ? ഇല്ല. നമുക്കൊരു ബോൺ ഒടിഞ്ഞു, എൻ്റെ ഒരു എല്ലൊടിഞ്ഞു, എനിക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. മെഡിസിൻ എടുക്കേണ്ട കേസിലും പ്ലാസ്റ്റർ എടുക്കേണ്ട കേസിലും ഒക്കെ അതൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്നത് നോസിയ പോലെ, ബ്ലോട്ടിങ് പോലെ, ഹെഡേക്ക് പോലെ, ഒരുപാട് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഹെഡേക്ക് ഉണ്ടാവും. അതൊരു പെയിൻ്റെ പാർട്ടല്ല. ശരിക്കും ആ സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോൾ ആക്റ്റീവ് ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കേസസിൽ നമ്മുടെ ഒരു വിശ്വാസം ബ്രെയിനിന് വരികയാണ്, ഞാൻ മെഡിസിൻ എടുത്തിട്ടുണ്ട് മാറും എന്ന് ചിന്തിച്ചാൽ മാറുക തന്നെ ചെയ്യും. ഇതിനെയാണ് നമ്മൾ പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ ബ്രെയിനിന് മനസ്സിൽ തോന്നുന്നതല്ലേ ഇതെന്ന് നമ്മൾ പറയുന്നുള്ളൂ. നമ്മുടെ ബ്രെയിന് മനസ്സിൽ തോന്നുന്നത് എന്ത്, അല്ലെങ്കിൽ ബ്രെയിനിൽ തോന്നുന്നത് എന്ത്, ശരീരത്തിൽ തോന്നുന്നത് എന്ത് എന്നൊരു കമ്പാർട്ട്മെൻറ്റ്സ് ഒന്നും നമ്മളുടെ ബ്രെയിനില്ല. അതായത് നമ്മളുടെ ബ്രെയിനിന് മനസ്സിനെയും ശരീരത്തെയും ബ്രെയിനിനെയും ഒന്നും 3 പാർട്ടായിട്ടൊന്നും അത് കണ്ടിട്ടില്ല. നമ്മൾ മനസ്സെന്ന് ഉദ്ദേശിക്കുന്നത് ഹേർട്ടാണ്. ഹേർട്ടല്ല, ശരിക്കും ബ്രെയിനല്ലേ നമ്മുടെ തോട്ട്സ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, ഈ പറയുന്ന ബ്രെയിനും ബോഡി ഇതെല്ലാം ഒരു കൺസൊലേറ്റഡ് ഒരു തിങ്ങായിട്ടാണ് കാണുന്നത്. അല്ലാതെ മനസ്സ് പറയുന്നത് എന്താണ്, ബ്രെയിൻ പറയുന്നത് എന്താ, ഹേർട്ട് എങ്ങനെയാണ് പമ്പ് ചെയ്യുന്നത്, ഇതിനൊന്നും സെപ്പറേറ്റ് ആയിട്ടല്ല ഒരിക്കലും ബ്രെയിൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന തോന്നലുകൾ ഈ ശരീരത്തിലൂടെ തന്നെ എഫക്റ്റീവ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. കോണ്ടെക്സ്റ്റ് മാറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷൻസിനെ അഫക്റ്റ് ചെയ്തിട്ട്, ഞാൻ കിച്ചണിൽ നടക്കുമ്പോൾ എൻ്റെ കാലിലൊരു പ്ലാസ്റ്റിക് പിൻസൊക്കെ നമ്മൾ ഇത് പൊട്ടിച്ച് എൻ്റെ ബാലൻസ് കിടന്ന് ഒന്ന് തട്ടി, അപ്പോഴത്തേക്ക് ഞാനത് എടുത്തു നോക്കി. വ്യക്തമായിട്ട് ഞാൻ തന്നെ എക്സാമിൻ ചെയ്തു. എൻ്റെ കുഞ്ഞുവിരൽ ഇടയ്ക്കൊന്ന് ഒടിഞ്ഞതായിരുന്നു. അപ്പോൾ എയർലൈൻ ഫ്രാക്ചർ. അപ്പോൾ അതേപോലെ ഞാൻ എടുത്ത് നോക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് കാര്യങ്ങൾ അറിയുന്നു. ഞാനത് വിട്ട് കളഞ്ഞിട്ട് പോകുന്നു. ഇനി ഓഫീസിൽ വെച്ചിട്ടാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അപ്പുറത്തുള്ളൊരു ഞാൻ പെട്ടെന്ന് ഫോൺ ചെയ്യുന്നു, അവർ വരുന്നു, ഇവർ വരുന്നു, നോക്കുന്നു. അത് മിനിമം ഓരോ എക്സ്റേയിലും കുറേ പെയിൻ കില്ലേഴ്സിലും അവസാനിക്കും. ഞാൻ പറഞ്ഞത് എക്സാക്റ്റ് കറക്റ്റാണോ അല്ലേ? ഇത് വീട്ടിൽ കിച്ചണിൽ വെച്ചിട്ടോ വീട്ടിൽ എൻ്റെ ഗാർഡനിൽ വെച്ചിട്ടോ ആ സംഭവിക്കുന്നതെങ്കിൽ ഞാൻ തന്നെ എടുത്ത് നോക്കും, കുഴപ്പമൊന്നും ഇല്ലേന്ന്. ഞാൻ എന്നിട്ട് വൈകുന്നവരെ ഒന്നും മിണ്ടാതിരിക്കും. ഇനി വൈകിട്ടായിട്ടും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അന്നേരം ഫോൺ ചെയ്തിട്ട് എന്നെ ഹോസ്പിറ്റലിൽ പോകണം, എനിക്കിങ്ങനെ ഒരു സംഭവം പറ്റി, മനസ്സിലായോ? അങ്ങനെയായിരിക്കും ഞാനത് ഡീൽ ചെയ്യുന്നത്. ഇനി ഓഫീസിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ മൊമെൻറ്റിൽ തന്നെ അത് പ്രശ്നമായി, ആ മൊമെൻറ്റിൽ തന്നെ ലീവ് എടുത്തു, എന്നെ ആരെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്തു. ഇത്രയും പരിപാടി മിനിമം അവിടെ നടക്കും. ഇനി ഫ്രാക്ചർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു 4 സെറ്റ് ഓഫ് പെയിൻ കില്ലേഴ്സും ആൻറ്റിബയോട്ടിക്സും ഡോക്ടർ എഴുതി തരുകയും ചെയ്യും, ഞാനത് വാങ്ങിക്കുകയും ചെയ്യും. ഞാൻ തന്നെ ഒരു രോഗിയായിട്ട് എന്നെ പ്ലേസ് ചെയ്ത് 2 ദിവസം ഞാൻ ലീവ് എടുത്തിരുന്നു എൻ്റെ കാല് നോക്കും. ദ സെയിം സിറ്റുവേഷൻ 2 രീതിയിൽ ഹാൻഡിൽ ചെയ്യപ്പെടും. ദാറ്റ് ഈസ് കോണ്ടെക്സ്റ്റ് മാറ്റേഴ്സ്. ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളതനുസരിച്ച്. ഈ പ്ലാസിബോ എഫക്റ്റിൽ പറയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ബ്രെയിൻ ഒരു സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? നമ്മളെല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ കെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കും. ഞാൻ പറഞ്ഞ പോലെ വൈകിട്ടാകുമ്പോഴെങ്കിലും ഞാൻ ഫോൺ എടുത്തിട്ട് വിളിച്ചിട്ട് വരത്തില്ലേ, എൻ്റെ അടുത്ത് വാ, എനിക്ക് കോഫി കുടിക്കണം, അല്ലെങ്കിൽ എനിക്ക് എന്നെ കൊണ്ടുപോകും ഹോസ്പിറ്റലിൽ നിന്ന്. അതെനിക്ക് തന്നെ ഒരു ഊബർ വിളിച്ച് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാഞ്ഞിട്ടല്ല, എന്നെ കൊണ്ടുപോകണം അല്ലേ? ആ ഒരു സുരക്ഷിതത്വം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതേ സുരക്ഷിതത്വമാണ് ഒരു മെഡിസിൻ നമുക്ക് തരുന്നത്. എൻ്റെ ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ മെഡിസിൻ മാറ്റും എന്നുള്ള സുരക്ഷിതത്വ ബോധം, ആ പെയിൻ കില്ലർ കഴിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്. ആ സുരക്ഷിതത്വ ബോധമാണ് എൻ്റെ അസുഖം 50% മാറ്റി തരുന്നതെന്നാണ് ഞാൻ പറഞ്ഞതല്ല, പ്ലാസിബോ എഫക്റ്റ് പറയുന്നത്. ഇതെങ്ങനെയാണ് ആസ് പെർ പ്ലാസിബോ എഫക്റ്റ് ഇതെങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വാതിൽ തുറക്കുമ്പോൾ തീർച്ചയായിട്ടും ഫ്രണ്ടിലേക്കാണെങ്കിലും ബാക്കിലേക്കാണെങ്കിലും അല്ലേ, പുഷാണെങ്കിലും പുള്ളാണെങ്കിലും അവിടെ ഒരു മുറിയുണ്ട്. അടുത്ത് നമ്മളിങ്ങനെ കൈവച്ചിട്ട് നോക്കുന്നത് അവിടെ എവിടെയാണ് സ്വിച്ച്. വി നീഡ് ടു പുട്ട് ഓൺ ദ സ്വിച്ചസ്, വി നീഡ് ടു പുട്ട് ഓൺ ദ ലൈറ്റ്സ്. അപ്പോൾ ലൈറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുറിയിൽ സ്വിച്ചുകൾ എവിടെയാണെന്നാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. പക്ഷേ വാതിൽ തുറന്നിട്ട് ഒരു ഭിത്തിയാണ്, വീണ്ടും ഒരു വോളാണ് നമ്മൾ വീണ്ടും കാണുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയല്ല, നമ്മുടെ ബ്രെയിൻ അതല്ല എക്സ്പെക്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഈ മെഡിസിൻ ചെല്ലുമ്പോൾ നമ്മുടെ ബ്രെയിനിനോട് പറയുന്നത്, അല്ല നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. അത് നമ്മൾ വർഷങ്ങളായിട്ട് കുഞ്ഞിലെ തൊട്ട് അങ്ങനെയല്ലേ, പനി വരുമ്പോൾ കുഞ്ഞിന് വാ തുറക്കുന്നു, മൂക്കെ പിടിക്കുന്നു, അതിൻ്റെ വായിലേക്ക് മരുന്ന് ഒഴിച്ച് കൊടുക്കുന്നു. അപ്പോൾ തൊട്ട് അതെന്താ പറയുന്നത്, മെഡിസിൻ കിട്ടി, അപ്പോൾ എൻ്റെ രോഗം ഇപ്പം മാറാൻ പോവാണ്, എൻ്റെ പനി, എൻ്റെ ഉവാവ് ഇപ്പം മാറാൻ പോവാണ്. അത് കുഞ്ഞിലെ തൊട്ട് അങ്ങനെ നമ്മൾ ഫാക്ട് ചെയ്ത്, അപ്പോൾ മെഡിസിൻ എടുക്കുമ്പോൾ ഞാൻ റിക്കവറി പ്രോസസ്സിലാണ്, ഞാൻ മെഡിസിൻ എടുത്തു കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ചിങ് പീരീഡാണ് എന്നാണ് പൊതുവെ ഉള്ള ധാരണ. അപ്പോൾ ബ്രെയിൻ ഇതങ്ങ് വിശ്വസിക്കുകയാണ്. ബ്രെയിൻ വിശ്വസിച്ച ശേഷം ഇറ്റ് ഈസ് എന്തോ ദ നെക്സ്റ്റ് പാർട്ട്. ഇനി എൻഡോർഫിൻസ് എന്ന് പറയുന്ന ഹോർമോൺസ്, ഇത് നമ്മുടെ ശരീരത്തിൽ നോർമലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒപ്പിയോഡിക് ലൈക്ക് പെയിൻ കില്ലേഴ്സാണ്. ചില പ്ലാസിബോ എഫക്റ്റ് അനാലിസിസിൽ ഈ പറയുന്ന ഒപ്പിഡിയോ ലൈക്ക് കെമിക്കൽസ് പാർട്ടാണ്, അവയുടെ പാർട്ട് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ആ ഒരു പെയിൻ റിലീഫ് കിട്ടുന്നത് എന്നൊരു പഠനം, റിസർച്ച്, സയൻറ്റിഫിക് റിസർച്ച് പ്രൂവ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ഗൂഗിൾ ഇറ്റ്. ഇതൊരു ഇമാജിനേഷനോ കഥയോ അല്ല. ശരിക്കും ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒപ്പിഡിയോ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒപ്പിഡിയമിക് കെമിക്കൽസ് ആക്ടിവേറ്റ് ആവുകയും അത് ബ്രെയിൻസിനൊരു ഇൻഫർമേഷൻ, മെഡിസിൻ ഓൾറെഡി കിട്ടിയെന്ന് ഇൻഫർമേഷൻസ് പാസ് ചെയ്യും. അവിടുത്തെ ബ്രെയിൻസിലെ ന്യൂറോൺസ് ആക്ടിവേറ്റ് ആയ ശേഷം നമുക്ക് പെയിൻ കുറയുന്നതായിട്ട്. ഈ പെയിൻ കില്ലർ കഴിച്ചാലും, ഇപ്പോൾ എനിക്കൊരു മുറിവുണ്ടായി, ഞാൻ പെയിൻ കില്ലർ കഴിച്ചു, ശരിക്കും ഇവിടുന്ന് ഒരു ഇമ്പൾസ് ബ്രെയിനിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ഈ പെയിൻ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ പെയിൻ കില്ലേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമ്പൾസ് അവിടെ എത്താതിരിക്കാൻ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതും ഒരു കെമിക്കൽ റിയാക്ഷനാണ്. ഇറ്റ് ഓട്ടോമാറ്റിക്കലി ബൈ ദ ഒപ്പിഡിയോ കെമിക്കൽസ് എന്നാണ് ശാസ്ത്രം പറയുന്നത്, ഞാൻ പറഞ്ഞതല്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബ്രെയിന് ഈ പാറ്റേൺ മെക്കാനിസത്തിൽ ഭയങ്കര താല്പര്യമാണ്. അതായത് പാറ്റേണൈസേഷൻ. നമ്മളൊരു പില്ല് കഴിക്കുന്നു, വേദന മാറുന്നു, പില്ല് കഴിക്കുന്നു, വേദന മാറുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ വർഷങ്ങളായിട്ട് പീരീഡ്സിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ പെയിൻ കില്ലർ കഴിക്കുന്നു, എൻ്റെ വേദന മാറുന്നു, പെയിൻ കില്ലർ കഴിക്കുന്നു, എൻ്റെ വേദന മാറുന്നു, അല്ലെങ്കിൽ എനിക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ടാണ്, അതായത് ഒരു സർജറിയൊക്കെ കഴിഞ്ഞ സമയത്താണ്, ഞാൻ സുഹൃത്തിൻ്റെ വീട്ടിലാണ്. അപ്പോൾ റിലേറ്റീവ് കസിൻ തന്നെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഐ എം നോട്ട് ഗെറ്റിംഗ് ദാറ്റ് മച്ച് പെയിൻ. എനിക്ക് അഫോർഡ് ചെയ്യാവുന്ന പെയിനേ ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ ഞാൻ ഇത് വർഷങ്ങളായിട്ട് ഒരു സർജറിക്ക് ശേഷം ഉപയോഗിച്ച് പോകുന്നതുകൊണ്ട് ഞാനത് എൻ്റെ റുട്ടീൻ പ്രോസസ്സാക്കി മാറ്റിയതാണ്. അപ്പോൾ ബ്രെയിനിന് വേറൊരു പില്ല് കിട്ടിയാലും ആ പില്ല് കിട്ടി, വേദന മാറി എന്ന് ബ്രെയിൻ എൻ്റെ ശരീരത്തോട് പറയും. ഞാനത് അനുഭവിച്ചറിഞ്ഞ മാറ്ററാണ്. പിന്നെ ഹോണസ്റ്റി, അതായത് ഒരു ഡോക്ടറെ നമ്മൾ വിശ്വസിക്കുകയാണ്. ഞാനാണ് ഇപ്പോൾ റിനൈൻ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ഡോക്ടേഴ്സിൻ്റെയും സൈഡിൽ നോക്കും, എവിടെയാണ് പഠിച്ചിരിക്കുന്നത്. കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ എന്നൊക്കെ പറയുന്ന കുറേ ഡോക്ടേഴ്സാണ്. അപ്പം ഞാൻ ഇതിലെല്ലാം നോക്കിയിട്ട് ചോദിക്കും, ഇന്ത്യയിൽ പഠിച്ച ഡോക്ടേഴ്സ് ഉണ്ടോയെന്ന്. ഞാൻ ആരെയും ഡീമോട്ടിവേറ്റ് ചെയ്യില്ല, ആരെയും വില കുറച്ച് പറയില്ല. പക്ഷേ ഞാൻ ചോദിക്കും, ഇന്ത്യയിൽ പഠിച്ച ഡോക്ടേഴ്സ് ഉണ്ടോ. ഇനി ഇന്ത്യയിൽ പഠിച്ച ഡോക്ടേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഹാപ്പി. ആൻഡ് അവർ മതി, കാരണം അതെൻ്റെ ട്രസ്റ്റാണ്. മനസ്സിലായോ? അത് ഞാൻ ഗോ ത്രൂ ചെയ്ത കുറച്ച് വേയ്സ്. ഇത് ആരെയും ഞാൻ കുറ്റപ്പെടുത്തുമല്ല. പക്ഷേ അപ്പോൾ ഞാൻ ഇന്ത്യയിൽ പഠിച്ച ഡോക്ടേഴ്സിനെ പ്രിഫർ ചെയ്യും. ഇന്ത്യയിൽ പഠിച്ച ഡോക്ടേഴ്സിനെ എടുത്ത ശേഷം നെക്സ്റ്റ് ഞാൻ ചെയ്ത് ആ ഒരു ഡോക്ടറിലുള്ള ഹോണസ്റ്റി ഡോക്ടർ പറയത്തില്ലേ, വിശ്വാസം വേണമെന്ന്. ഡോക്ടേഴ്സും പള്ളിയിലെ അച്ഛന്മാരും പ്രീസ്റ്റുമാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തോടെ ചോദിക്കുന്നു, അല്ലേ? തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് പറയുന്ന പോലെ നിങ്ങൾ വിശ്വസിക്കൂ. അപ്പോൾ ആ ഒരു ഡോക്ടറെ ഇപ്പം വേറെ ഇനി ഇന്ത്യയിൽ പഠിച്ച ഡോക്ടേഴ്സ് ആരും ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ കാണാതെ പോരും. അല്ലാതെ കിർഗിസ്ഥാനിൽ പഠിച്ചൊരു ഡോക്ടറെ ഞാൻ കാണാൻ നിൽക്കത്തില്ല. അതിൻ്റെ ഒരു വിശ്വാസം കുറവാണ് ശരിക്കും. ഇനി അടുത്ത ഭയങ്കര രസം എന്ന് പറയുമോ, അഡ്വാൻസ്ഡ് പിൽ വേഴ്സസ് ചീപ്പ് പിൽ. അതെന്നറിയോ, 50 രൂപയുടെ ഒരു മെഡിസിനും 500 രൂപയുടെ മെഡിസിനും. ഞാനത് രാവിലെ ഒരു മെഡിസിൻ മേടിച്ചു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ദിസ് മെഡിസിൻ ആൻഡ് ദിസ് 500 ഏത് വേണം? ഞാൻ പെട്ടെന്ന് പറഞ്ഞു 500 വേണമെന്ന്. 500 ഗ്രാമിൻ്റെ തന്നെ വേണമെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോസ്റ്റ്ലിയാണ്. ഈ 500 ഗ്രാംസിൻ്റെ സാധനം കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചാൽ എൻ്റെ ബ്രെയിൻ എന്നെ പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, നിങ്ങൾ എത്രമാത്രം കോസ്റ്റ്ലി ആ സാധനം മേടിക്കുന്നോ അത്രമാത്രം അഡ്വാൻസ്ഡ് ആണ് ആ മെഡിസിൻ. മനസ്സിലായി? അത്രമാത്രം നിങ്ങളുടെ ബോഡിക്ക് നല്ലതാണ്. നിങ്ങൾ ഈ പറയുന്ന അസുഖത്തിന് അത്രമാത്രം റിക്കവറി നിങ്ങൾക്ക് കിട്ടും എന്ന് ഈ പിൽസ് അല്ലെങ്കിൽ എൻ്റെ ഒരു മൈൻഡ് കൾച്ചർ എന്നെ അങ്ങനെ പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്.
കളേഴ്സ്, റെഡ് കളേർഡ് പില്ല്, ബ്ലൂ കളേർഡ് പില്ല്, വൈറ്റ് കളേർഡ് പില്ല്. നിങ്ങൾക്ക് ഏത് പില്ല് കഴിക്കാനാണ് കോൺഫിഡൻസ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും വൈറ്റ് കളേർഡ് പില്ല്. മനസ്സിലായോ? ബ്ലൂ കളേർഡ് പില്ലിൽ അതിൽ കൂടുതൽ കെമിക്കൽസ് ഉണ്ടെന്നും റെഡ് കളേർഡ് പില്ല് എന്തോ ഭയങ്കര ഡേഞ്ചറസ് അസുഖം എനിക്കുള്ളപ്പോൾ കഴിക്കേണ്ടതാണും എന്നും നമ്മളെന്താ പറയുന്നത്, നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. റൈറ്റ്. ഈ കളേഴ്സും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചത് കറക്റ്റ് അല്ലേ? ഒരേ കെമിക്കൽസ് ഉള്ള വൈറ്റ് കളേർഡ്, ബ്ലൂ കളേർഡ്, റെഡ് കളേർഡ് നോക്കൂ. ഇതിൽ വൈറ്റ് കളേർഡിനും കാൽ വില കൂടുതൽ ബ്ലൂവിനെക്കാട്ടി റെഡിനുമായിരിക്കും. ഈ റെഡ് ഏതോ അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ടതാണ്. നമ്മളെ തന്നെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്രെയിൻ എടുത്ത് വെച്ചേക്കുന്ന ഒരു റെസ്പോൺസീവ് മെക്കാനിസമാണ് ആക്ച്വലി. ഇതിനകത്തൊരു വലിയ കോൺട്രവേഴ്സി ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ പ്ലാസിബോ എഫക്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ നാച്ചുറൽ റിക്കവറി. എനിക്ക് തലവേദന ഉണ്ടാകുന്നു, എനിക്ക് ഡോക്ടർ കെമിക്കൽ ഇൻഗ്രീഡിയൻസ് പെയിൻ കില്ലേഴ്സ് ഒന്നും ഇല്ലാത്തൊരു മെഡിസിൻ തരുന്നു, ഞാനത് കഴിക്കുന്നു. ആ ഒരു സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ഭയങ്കരമായിട്ട് പ്ലാസിബോ അതായത് മാറിയതായിട്ട് ഒരു പ്രത്യേക ടൈം ഈ ഗ്യാസ് വന്നിട്ട് തലവേദന എടുത്തെങ്കിൽ ഈ ഗ്യാസ് ഞാൻ റിക്കവറി, ഗ്യാസ് ട്രബിൾ, അപ്പോൾ ഗ്യാസോ ഇൻറ്റസ്റ്റൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും മെഡിസിൻ കഴിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ മാറുമ്പോൾ ആ ഒരു നാച്ചുറൽ റിക്കവറി പീരീഡ് കഴിയുമ്പോൾ ഇത് തന്നെ മാറിയതാണെങ്കിൽ അത് എൻ്റെ മെഡിസിൻ്റെയോ പ്ലാസിബോ എഫക്റ്റിൻ്റെയോ ഇതല്ല, ആണോ, എഫക്റ്റ് അല്ല. ഇങ്ങനെയുള്ള കുറച്ചധികം കോൺട്രവേഴ്സി തിയറീസ് ആർ ദയർ. ശരിയാണ്, നമ്മളങ്ങനെ ആ ഒരു പെർസ്പെക്റ്റീവിൽ ആലോചിക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യവും കറക്റ്റാണ്. അതിനെ പറ്റിയിട്ട് റിസർച്ചേഴ്സ് ആർ ഡൂയിങ്. യു പീപ്പിൾ നീഡ് ടു സെർച്ച്. അതായത് അതിനെ പറ്റിയിട്ട് റിസർച്ചേഴ്സ് നടക്കുന്നുണ്ട്. എക്സാക്റ്റ് നമുക്ക് വി ഡോണ്ട് ആക്ച്വലി. പ്ലാസിബോ എഫക്റ്റ് എല്ലായ്പ്പോഴും, അതായത് ഒരു സീരിയസ് ഇഞ്ചുറി കേസസിൽ അണ്ടർലൈങ് പതോളജിയെ ഒന്ന് മാറ്റിമറിക്കാൻ അത്ര എഫക്റ്റീവ് ആണെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഒരു സൈക്കോളജിക്കൽ അനാലിസിസ് ഇറ്റ്സ് കറക്റ്റ് എന്നാണ് ഇതുവരെ നമ്മുടെ മെഡിക്കൽ കാരണവന്മാർ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഇതിനൊരു നെഗറ്റീവ് സൈഡ് ഉണ്ട്, അതായത് നോസിബോ എഫക്റ്റ്. അതെന്താണെന്ന് അറിയുമോ? അതിപ്പോൾ ഒരു പുതിയ ജനറേഷന് ഭയങ്കര കൂടുതലായിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഇത് കഴിച്ചാൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? എനിക്കുണ്ട് ഈ പ്രശ്നം. ഞാൻ ഇപ്പോൾ പാരസെറ്റമോൾ കിട്ടിയാലും എടുത്തിട്ട് ഞാൻ സെർച്ച് ചെയ്യുന്നൊരു കാര്യമുണ്ട്, പിന്നെ സൈഡ് എഫക്ട്സ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് നോക്കാറുണ്ട്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് പറയുകയാണ്, അല്ലേ ഈ സിസ്റ്റം എന്നോട് പറയുകയാണ് ഇവിടെ ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ട് എന്നാണ് ഈ സിസ്റ്റം എന്നോട് പറയുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് കഴിച്ച അന്ന് തൊട്ട് കോൺഷ്യസ് ആയിരിക്കും. 2-3 ഇപ്പോൾ നോസിയോ, വോമിറ്റിംഗ്, സ്വെറ്റിംഗ് ഓർ ഫാറ്റിഗു, ലിവർ ഡാമേജ്. ഇതുണ്ട് സൈഡ് എഫക്ട്സ് ആർ ലിവർ ഡാമേജ്, സിവിയർ അലർജിക് റിയാക്ഷൻസ്, സീരിയസ് സ്കിൻ റിയാക്ഷൻസ്. എനിക്ക് പൊതുവേ എൻ്റെ സ്കിൻ അലർജറ്റിക് ആയതുകൊണ്ട് തന്നെ ബ്ലഡ് ഡിസോർഡേഴ്സ്, പൊതുവേ എൻ്റെ സ്കിൻ അലർജറ്റിക് ആയതുകൊണ്ട് തന്നെ ദിസ് മേ തിങ് ഗോട്ട് ഇതിലേതെങ്കിലും ഒന്ന് ഹാപ്പൻ ചെയ്യുക തന്നെ ചെയ്യും. കാരണം നമ്മുടെ മനസ്സ് അതിന് പ്രിപ്പയർഡായിട്ടിരിക്കും. ഞാനിത് കഴിച്ചു, ഈ പറയുന്ന സൈഡ് എഫക്ട്സ് ഇപ്പോൾ എനിക്ക് വരുമെന്നും പറഞ്ഞിരിക്കും. എന്നൊരു പാറ്റ് അടിച്ചൊരു സ്കിൻ ഡിസീസ് ഉണ്ടായാലും ഞാൻ വിചാരിക്കും പാരസെറ്റമോൾ. ഞാനൊരു കമ്പനിയല്ല പറയുന്നത്, ആ മെഡിസിൻ എടുത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചതെന്ന് എൻ്റെ ബ്രെയിൻ എന്നോട് പറയുക തന്നെ ചെയ്യും. മോർ ഫിയർ സിംറ്റംസ്, വീണ്ടും ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? അതായത് നമുക്കൊരു കാര്യത്തോട് പേടി തോന്നുന്നു. അപ്പോൾ സ്കിൻ ഡിസീസ് വരുമോ എന്ന്, എനിക്ക് പൊതുവെ അലർജിക്ക് ആയതുകൊണ്ട് എനിക്ക് സ്കിൻ ഡിസീസ് വരുമോ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വീണ്ടും സ്കിൻ ഡിസീസ് വരുന്നു, വീണ്ടും അത് ഞാൻ പേടിക്കുന്നു, വീണ്ടും അത് ട്രാൻസ്മിറ്റഡ് ആവുന്നു, സ്കിന്നി മൊത്തമാവുന്നു, വീണ്ടും പേടി കൂടുന്തോറും കാര്യങ്ങൾ. അത് ഒരു പ്ലാസിബോ, നോട്ട് ഓൺലി ഓൺ ദ പ്ലാസിബോ എഫക്റ്റ്, അങ്ങനെ ഒരു തിയറം തന്നെയുണ്ട്. നമ്മൾ എന്ത് കാര്യത്തെ, അത് ഡിസീസിൻ്റെ കേസസ് എന്നല്ല, നമ്മൾ ജീവിതത്തെ ഫ്യൂച്ചറിനെ പറ്റി നമ്മളെപ്പോഴും ബോധേഡാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ഫ്യൂച്ചറിൽ നടക്കും എന്ന് പേടിക്കുന്നുണ്ടോ, അത് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹാപ്പൻ. എഫക്റ്റിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. ഇനി പ്ലാസിബോ എഫക്റ്റ് പറയുന്ന ഒരു കാര്യം ഡോപ്പമിൻ ആക്ടിവേഷൻ. അത് ഡോപ്പമിൻ എന്ന് വെച്ചാൽ ഡയറി മിൽക്ക് കഴിച്ചാൽ എനിക്ക് അത്യാവശ്യം എൻ്റെ ഡോപ്പമിനൊക്കെ ആക്റ്റീവ് ആവും, അതായത് എനിക്കൊരു ഹാപ്പി ഹോർമോൺസ് കിട്ടും എന്ന് പറയുന്ന പോലെ. എനിക്ക് 13 വയസ്സ് വരെ ഷിഹാബുദ്ദീൻ ഡോക്ടറെ കാണുമ്പോൾ ഹാപ്പിനെസ് കിട്ടും. ഇപ്പോൾ എനിക്ക് റിഡെയിം സിറ്റി കാണുമ്പോൾ അത്ര ഹാപ്പിനെസ് കിട്ടാറില്ല. കാരണം ബില്ല് കണ്ട് ഞാൻ പലപ്പോഴും പേടിക്കാറുണ്ട്, ഇൻഷുറൻസ് കിട്ടിയിൽ പെട്ട്. അപ്പോൾ എന്ന് പറയുന്ന പോലെ എനിക്ക് കുട്ടിക്കാലത്ത്, പക്ഷേ അറിയണ്ടല്ലോ ഇതൊന്നും. അപ്പോൾ ഞങ്ങൾ അതേപോലെ
എന്താ പറയുന്നത്, ഇതൊരു ഡോപ്പമിൻ ആക്ട്. എനിക്ക് ഡോക്ടറെ കാണുമ്പോൾ ഡോപ്പമിനാണ് ശരിക്കും എൻ്റെ ആക്ട് ചെയ്യുന്നത്, എൻ്റെ ഒരു ഹാപ്പി ഹോർമോൺസ്. ആഫ്റ്റർ ദാറ്റ് വി പീപ്പിൾ, അതായത് ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു ചായ കുടിക്കാൻ പോയ ഐ ഫീൽ ലൈക്ക് ദാറ്റ്. അത് ഓപ്പൺ ലേബൽ പ്ലാസിബോ. എനിക്ക് ഇപ്പോൾ മനസ്സിലായി പെയിൻ കില്ലർ ഇല്ലെങ്കിലും എനിക്ക് ഈ മാസം മുന്നോട്ട് പോകാമെന്നുള്ളത്. അത് ഇപ്പം ഞാനൊരു ഓപ്പൺ ലേബൽ പ്ലാസിബോ സിറ്റുവേഷനിലാണ്. അതായത് എനിക്ക് ഇതില്ലെങ്കിലും മുന്നോട്ട് പോകാം, എൻ്റെ ബയോളജിക്കൽ പ്രോസസ്സ് എല്ലാം നടന്നോളും എന്ന് മനസ്സിലാക്കിയാലും ഞാൻ എൻ്റെ കയ്യിലൊരു പെയിൻ കില്ലർ കരുതും. എങ്ങാണ് എൻ്റെ കയ്യിൽ നിന്നില്ലെങ്കിലോ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഓപ്പൺ ലേബൽ പ്ലാസിബോ. നമ്മൾ ബ്രെയിനിനെ ചീറ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ ഒരു പരിധിവരെ ബ്രെയിനിനെ ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇനി ഞാനൊരു സത്യസന്ധമായ കാര്യം പറയട്ടെ, ബ്രെയിൻ നമ്മളെയാണ് ചീറ്റ് ചെയ്യുന്നത്. ബ്രെയിൻ ഷ്യൂർലി നമ്മളെയാണ് ചീറ്റ് ചെയ്യുന്നത്. ബ്രെയിൻ നമ്മളോട് പറയാണ്, ആര്യ എനിക്ക് മെഡിസിൻ കിട്ടി, യു ആർ ഗോയിങ് ടു റിക്കവർ എന്ന് പറഞ്ഞ് ബ്രെയിൻ നമ്മളെയാണ് ചീറ്റ് ചെയ്യുന്നത്. മൈൻഡും ബോഡിയും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ? ഉണ്ട്. ഞാനിവിടെ എന്നെ ഹർട്ട് ചെയ്തു, ഇത് ഒരു ഇമ്പൾസാണ് ന്യൂറോൺസിലേക്ക് പോകുന്നത്. ന്യൂറോൺസ് അപ്പോൾ എന്നെ ഞുള്ളി എന്നറിയാം എൻ്റെ ഈ ഭാഗത്തേക്ക്. നിങ്ങൾ കണ്ണി കുത്താൻ ശ്രമിച്ചു നോക്കും, തന്നെ കണ്ണടയും. ദാറ്റ്സ് വാട്ട് ഈസ് ഇമ്പൾസിൻ്റെ ആ ഒരു ബ്രെയിൻ പോയി പറഞ്ഞ് അദ്ദേഹം നിന്നെ കുത്താൻ വരുന്നുണ്ട്, പെട്ടെന്ന് അടച്ചുവെന്ന് കൺപീലി പറഞ്ഞിട്ട് കൺപോള ഇങ്ങനെ അടഞ്ഞു വരികയാണ്. ദാറ്റ്സ് ആക്ച്വലി ഹാപ്പൻഡ് ബിക്കോസ് ഓഫ് എന്തുകൊണ്ടാണ് ഇമ്പൾസിൻ്റെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെ മൂക്കടഞ്ഞു. മനസ്സിലായോ? അപ്പോൾ എന്താ പറയുന്നത്, ഈ മൈൻഡ് ഓവർ മാറ്റേഴ്സ് എന്ന് പറയും. മൈൻഡ് എല്ലാ കാര്യത്തിലും ബോഡി എല്ലാ സമയത്തും ബ്രെയിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആണ് കറക്റ്റാണത്. മെഡിസിൻ ഒരു പവറില്ലേ? ഉണ്ട്. ഡ്രഗിന് പവറുണ്ട്. ഡ്രഗിന് പവർ ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാ ആരോഗ്യവതികളും ആരോഗ്യവാന്മാരുമായിട്ട് ജീവിക്കുന്നത്. കോണ്ടെക്സ്റ്റൽ എഫക്ട്സ് ആണ് മാറുന്നത്. കോണ്ടെക്സ്റ്റ് ഏതാണെന്നുള്ളത്, കോണ്ടെക്സ്റ്റ് മീൻസ് സിറ്റുവേഷൻസ് ഏതാണെന്നുള്ളതാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നാച്ചുറൽ റിക്കവറി ഉള്ള പ്രോസസ്സിൽ ഈ പറയുന്നത് എല്ലാ കാര്യങ്ങളും ആപ്ലിക്കബിളാണ്, അല്ലാത്ത കേസസിൽ ആപ്ലിക്കബിൾ അല്ല. എൻ്റെ കൈ ഒടിഞ്ഞ പ്ലാസ്റ്റർ ഇട്ടേ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു സയൻറ്റിഫിക്കലി പ്രൂവൺ എന്താ പറയുക, ഡോപ്പമിൻ ആക്റ്റീവ് ആകുന്ന ഒപ്പിഡോ കെമിക്കൽസ് എന്നുള്ളൊക്കെ രീതിയിൽ ഇറ്റ്സ് ആക്ച്വലി എഫക്റ്റീവ് തന്നെ. സയൻറ്റിഫിക് റിസർച്ചസൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണിത്. കൂടുതലായിട്ട് യു ക്യാൻ ഗൂഗിൾ ഇറ്റ്. ഓൾസോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത ദിവസം ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരും. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.